ഫൈവ് സ്റ്റാർ തട്ടുകട എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് ഗൾഫ് ഷോകളുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അന്ന് ഇപ്പം ഇന്ന് പോയിട്ട് നാളെ അവിടെ ഒരു ഇനാഗുറേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പാട്ട് പാടി തിരിച്ചു പോരുന്ന കൂട്ടല്ല അന്നത്തെ പരിപാടി. അന്നൊക്കെ നമ്മൾ ഒരു മാസം പോവുകയാണ് അങ്ങോട്ട് പോവുകയാണ്. അപ്പം അന്ന് 45 പരിപാടിക്കാണ് എഗ്രിമെന്റ് ചെയ്താക്കണം. 45 പരിപാടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാൻ, ടെനി ടോമ്, പക്രു, അതാണ് നമ്മുടെ ഫൈവ് സ്റ്റാർ തട്ടുകട അല്ലാതെ. അപ്പം 5 സ്റ്റാർ കോമഡി ഷോ എന്നും പറഞ്ഞാണ് പോണത്. അപ്പം ഞാനില്ലാണ്ട് നടക്കേയില്ല. എനിക്കാണെങ്കിൽ അന്ന് വരെ ഞാൻ എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. ടെനി വിളിക്കും, ഞാനങ്ങ് പോകും, നമുക്കൊരു പൈസ പറഞ്ഞിട്ട് പോരും. ഇതിനകത്ത് എന്നെ കൊണ്ട് എഗ്രിമെന്റ് ചെയ്യിപ്പിച്ചു. കാരണം ഞാനൊരു ഘടകമാണ് അതിനകത്ത്. അതുകൊണ്ട് എഗ്രിമെന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എഗ്രിമെന്റ് കൊള്ളാലത്. ഞാൻ എഗ്രിമെന്റ് അപ്പം ഞാനൊരു വാശിക്ക് എഗ്രിമെന്റും ചെയ്ത് അവർക്ക് ഒപ്പൊക്കെ ഇട്ടുകൊടുത്ത് എല്ലാം ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ റിഹേഴ്സലെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ആൻഡോ ചേട്ടൻ വിളിക്കുന്നത്, ആൻഡോ ജോസഫ് ചേട്ടൻ വിളിക്കുന്നത്. ആൻഡോ ചേട്ടൻ ആരാണെന്ന് എനിക്കറിയില്ല. നമുക്ക് സിനിമയായിട്ട് വലിയ ബന്ധമില്ലല്ലോ, കാണുന്നതല്ലാതെ നമുക്ക് അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇനി കുറേ നാളുകളൊക്കെ കഴിഞ്ഞാൽ വരുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞ പുള്ളി. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചേട്ടാ ഞാനിങ്ങനെ ഒരു ഷോയ്ക്ക് പോവുകയാണ്, അപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ ഉണ്ടാവില്ല. അപ്പം എൻ്റെ മനസ്സിൽ പോയത് ഏതെങ്കിലും ഒരു ഓഫീസിൽ പിയൂണായിട്ടോ അല്ലെങ്കിൽ ചായ കൊണ്ട് കൊടുക്കുന്നതായിട്ടോ ഇതൊക്കെയാണല്ലോ മിമിക്രിക്കാർക്ക് കിട്ടുന്നത്, ചെറിയ അതിലും ഭയങ്കരമാണ്. നമുക്ക് ഈ ഷോ പോയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മുടെ ഒരു കോംബോ അവിടെ വേണം. ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കുന്നത് അത് കണ്ടിട്ടൊക്കെയാണ്. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ശരി, സിനിമയിൽ അഭിനയിക്കാനല്ലേ? അതെ, പക്ഷെ ഇത് കളഞ്ഞിട്ട് വരാൻ പറ്റില്ല കേട്ടോ. നേരത്തെ ആണെങ്കിൽ നമുക്ക് ഞാൻ എഗ്രിമെൻറ്റ് ചെയ്തു പോയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വെച്ചിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ടിന്നെ വിളിച്ച് ആൻഡോ ചേട്ടൻ പറഞ്ഞിങ്ങനെ. അപ്പോൾ ടിനി എന്നെ വിളിച്ചേട്ടാ, നീ ആൻഡോ ജോസഫ് ചേട്ടൻ വിളിച്ചിട്ട് നീ എന്താടാ സിനിമക്ക് ചെല്ലൂല എന്ന് പറഞ്ഞ് സിനിമക്ക് എന്നങ്ങനെ നമ്മുടെ പ്രോഗ്രാമിന് പോകണ്ടേ നമുക്ക്. അപ്പം ടിനിക്കും അറിയില്ല ഇത്രയും വലിയ വിഷമമെന്ന്. അപ്പോൾ ടിനിയും പറഞ്ഞ് ശരിയാണുള്ളത്, നമ്മുടെ ആ സമയത്ത് തന്നെയാണല്ലോ പറഞ്ഞു. ഞാനതല്ലേ പറഞ്ഞത്, നമുക്ക് ആദ്യം ബുക്ക് ചെയ്ത പരിപാടിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ടിനിയും കെട്ടിയതാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കാരണം അത് ഓൾറെഡി ഏറ്റ പരിപാടിയാണ്. ടിനിക്കും അറിയില്ല ഇത്രയൊക്കെ വലുതാണ്. അപ്പം വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൻഡോ ചേട്ടൻ വിളിച്ച് പറഞ്ഞ്, നിങ്ങൾ സാധാരണ ഒരു സിനിമയിൽ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇതൊരു വലിയൊരു സിനിമയാണിത്. അപ്പം ഞാനെങ്കിൽ ഇത് വലിയ സിനിമയിൽ ചെറിയ സംഭവം ഞാനില്ല ഏട്ടാ, ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പുള്ളി വീണ്ടും കട്ട് ചെയ്ത്. എന്നെ കൊണ്ട് നിർബന്ധിച്ചൊന്നുമില്ല. 3ാമത്തെ പ്രാവശ്യം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ്, ഇനി ഞാനങ്ങനെ വല്ല ചീത്ത പറഞ്ഞാൽ എന്നിട്ട് പുള്ളി പറഞ്ഞ് ഇത് മമ്മൂക്കയുടെ സിനിമയാണ്, ഈ മമ്മൂക്കയുടെ കൂടെ മമ്മൂക്ക സിനിമയിൽ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ബിജിക്കുട്ടനുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ കുറച്ചു നേരം സ്ട്രക്കായി, ഇതെന്ത് ചെയ്യും? അല്ലേട്ടാ ഈ മമ്മൂക്കയുടെ കൂടെ എന്ന് വെച്ചാൽ ഒരു സീനിൽ മൊത്തമാണ് ഉണ്ടാവണേണ്. അല്ല, സിനിമ തുടങ്ങണത് എന്നിൽ നിന്നാണ്. എന്നിൽ നിന്നാണ് ആ സിനിമ തുടങ്ങണത്. ഫസ്റ്റ് ടൈറ്റിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കണത് ഞാൻ സൈക്കിളിൽ വന്നതാണ്. അത് കഴിഞ്ഞ് അവസാനം വരെ നിങ്ങൾ മമ്മൂട്ടിയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ദൈവമേ, ഞാൻ ആകെ കിണിഞ്ഞു. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കാന്നില്ല, നമുക്ക് സൗണ്ടില്ല. ഇതിൻ്റെ ഡയറക്ടർ ജോഷി സാറാണ്. അപ്പം ഓഫായി പോയി. മൊത്തം ബ്ലാക്കാണ് നമുക്കൊന്നും കാണാൻ പറ്റണില്ല. ഉഷാവുദ് ഇപ്പോൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു മമ്മൂക്കയുടെ അമ്മയായിട്ട്. അവരായിട്ടും നിങ്ങൾ 3 പേരാണ്. നെടുമുടി വേണു, പിന്നെ പ്രൊഡക്ഷൻ ലാൽ ക്രിയേഷൻസ് ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് പടമാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞു. എനിക്കൊന്ന് ഹലോ എന്നാ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ കട്ടായി പോയി. മൊത്തം ബ്ലാക്കാണ്. നമ്മൾ ബ്ലാക്ക് ഔട്ടാണ് നമ്മള്. മനസ്സിലാക്കി ഇത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി. പുള്ളി എന്നെ കട്ട് ചെയ്ത്. ഞാനപ്പോൾ ടിനിനെ വിളിച്ച് ഇങ്ങനെയാണ് സംഭവം. അതെ, അപ്പോൾ ടിനിക്ക് എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്, നീ പോകണം. കാരണം നമ്മളങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാ ടിനി. അപ്പം എന്ത് ചെയ്യും? എന്നിട്ട് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണം, അതാണ് വേണ്ടത്. ഞാൻ ആകെ പ്രശ്നമായിപ്പോയി. അപ്പം ഞാൻ സത്യം പറഞ്ഞ ടിന്നൊക്കെ അന്നൊക്കെ പൈസ ഉണ്ടെന്ന് തോന്നി കോള് ചെയ്യണതിനൊക്കെ. ടിന്നൊക്കെ മിസ് കോൾ അടിക്കുള്ളൂ ഞാൻ. ഈ മിസ് കോൾ അടിക്കണമെങ്കിൽ ഞാൻ ദുബായിലേക്കൊക്കെ വിളിക്കുകയാണ്. ചേട്ടാ ഇങ്ങനെ എനിക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട്, എനിക്ക് സിനിമയിൽ അഭിനയിക്കാനല്ലേ ചേട്ടാ നമ്മളിതൊക്കെ ചെയ്യണത്. അപ്പോൾ അവിടെ നിന്ന് ദുബായിൽ നിന്ന് പിന്നെ വേണമല്ലോ, മമ്മൂട്ടിയല്ലേ ഞങ്ങളറിഞ്ഞ് ബിജിക്കുട്ടൻ ആണെന്നറിയില്ല. പക്ഷേ മമ്മൂക്കയുടെ സിനിമ അന്ന് ഭയങ്കര പ്രത്യേകത വെച്ചാൽ ജോഷി സാറായിട്ട് ഇത്രമത്തെ ഒരു സിനിമ എന്തോ അങ്ങനെ ആ ഒരു പുതുമകൾ ഉണ്ടായിരുന്നു അതിനകത്ത്. ജോഷി സാറും മമ്മൂക്കയായിട്ട് കോമ്പിനേഷൻ ഇത്രാമത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പബ്ലിസിറ്റി കൊടുത്താൽ ഞാൻ അറിഞ്ഞത് അതിനകത്ത് ബിജിക്കുട്ടനാണോ, തീർച്ചയായിട്ടും പോകണം. ഞാൻ സന്തോഷമായി. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ദുബായിൽ ഖത്തറിൽ പോകണ്ട,
ദുബായിക്കാർ പറഞ്ഞാൽ ദുബായിൽ വന്നിട്ട് 5 ദിവസം പരിപാടി ഉണ്ട്, ഖത്തറിൽ പോകണ്ട, ഖത്തറിൽ ആകെ അലമ്പാണ്, ഇത് പോയില്ലെങ്കിൽ പ്രശ്നമുണ്ടാ. അപ്പോൾ ഖത്തറിലേക്ക് വിളിക്കുമ്പോൾ ഖത്തറുകാരും പറയും പിന്നെ പോകണ്ടേ, മമ്മൂക്കയുടെ പടത്തിൽ നിങ്ങൾക്ക് കിട്ടുമോ ഇനി, അത് കിട്ടുമോ, ഒരു കാര്യം ചെയ്യും ഖത്തറിൽ ദുബായി പോകണ്ട. ആകെ പ്രശ്നമായി. പിന്നെ മമ്മി സെഞ്ചുറി മമ്മിക്കാണ് ഇത് എൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ. മമ്മിക്കനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മമ്മിക്ക് പറഞ്ഞ് അത് പറ്റില്ല, അത് ഭയങ്കര പ്രശ്നമാവും, അത് നീ ഇല്ലാണ്ട് എങ്ങനെയാ, നീ പറഞ്ഞാൽ ശരിയാണത്, ഇത്. അപ്പം മമ്മിക്ക് പറഞ്ഞ് ഇതിപ്പോൾ ഇതൊരു കാര്യം ചെയ്യ്, ഞാൻ വന്നതിന് ശേഷം ഒരു സിനിമ എടുക്കണ്ട, അതിനകത്ത് നല്ലൊരു വേഷം തരാം നിനക്ക്. മമ്മിക്കട ഡയലോഗ് ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് എങ്ങനെ എന്ത് ചെയ്യും, ആകെ പെട്ടുപോയി. പിന്നെ ഇവര് ദുബായിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിന്നെ ഇത്തിരി സ്ട്രോങ്ങിലായവര്, മമ്മിക്ക് ഉൾപ്പെടെ വന്നില്ലെങ്കിൽ പ്രശ്നമാണ്, ഇത്ര നഷ്ടപരിഹാരം തരേണ്ടി വരും, സ്ലോവിൽ ഇവർ ചൂടാവാൻ തുടങ്ങി എന്നോട്. അപ്പം എനിക്ക് ആകെ ഇതായി, പ്രശ്നമായി. കാരണം ഒരു എന്താ പറയണത്, നമ്മൾ ചെയ്ത എഗ്രിമെൻ്റ് ചെയ്ത പ്രോഗ്രാമാണ്, അവർ വിളിച്ച് ഒരു തെറി പോലെയൊക്കെ തെറി വാക്കുകളൊക്കെ കൊണ്ട് അവിടെ നിന്നൊക്കെ വിളിപ്പിക്കണേ. പിന്നെ ഇവിടുത്തെ ലോക്കൽ ആളുകളൊക്കെ വിളിക്കുന്ന പ്രോഗ്രാമിന് പോകില്ല എന്ന് പറഞ്ഞ് മമ്മൂട്ടി അല്ല ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഓരോ ദിവസം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പണിയാണ് കേട്ടോ, പൊക്കി എടുത്തുകൊണ്ട് പോകും ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണല്ലോ. അവസാനം ഇത് മമ്മൂക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആനച്ചോട്ടൻ ഒരു ദിവസം പറഞ്ഞിടാ മമ്മൂക്ക് നാളെ മമ്മൂക്കിയുടെ വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വീടറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയാം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് 2 വീലറിന് എറണാകുളം വരെ ചെന്ന് ആനച്ചേട്ടൻ്റെ വണ്ടി കയറി മമ്മൂക്കിയുടെ വീട്ടിൽ ചെന്ന്. അപ്പം മമ്മൂക്കനെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് ഒരുപാട് സംസാരിച്ചിട്ടില്ലെന്നുള്ളൂ. നമ്മളെ ഒരുപാട് സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളി എന്നെ നമ്മൾ കാണുമ്പോൾ എന്നൊക്കെ കാണിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ലാപ്ടോപ്പിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാനവിടെ ചെന്ന് നിന്ന് നീ എന്താടാ മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിക്കൂലേ, ഞാൻ പറഞ്ഞ ഇല്ലേക്കാ, പുള്ളിക്കെല്ലാം അറിയാം, പുള്ളി എല്ലാം അറിഞ്ഞ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതാണ്, ഞാൻ എഗ്രിമെൻ്റ് ചെയ്യാത്തൊരു പരിപാടിയായിരുന്നു, എഗ്രിമെൻ്റ് ഇതുവരെ ചെയ്തില്ല, പക്ഷേ ഇതിന് മാത്രം ഞാൻ എഗ്രിമെൻ്റ് ചെയ്ത്. എത്ര ദിവസം പരിപാടി ഉണ്ട്? 40-45 ദിവസം അവിടെ സ്റ്റേ ഉണ്ട്, എന്തായാലും ഒരു 10-25 പരിപാടി എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. നീ മിമിക്രി തുടങ്ങിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സിനിമയിൽ അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ്. അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് പിന്നെ എൻ്റെ ആഗ്രഹം അതാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടേയില്ല. നീ ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കും, അതിൻ്റെ ഒരൊറ്റ ഉത്തരം നീ എനിക്ക് തന്നെ. നിനക്ക് സിനിമയിൽ അഭിനയിക്കണോ മിമിക്രിക്കാരനായിട്ട് നടക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതി, പോയിക്കോളാൻ പറഞ്ഞോട്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിന് ഇപ്പോഴും ഒരു ക്ലൈമാക്സ് ആയില്ല. പുള്ളിക്കാരനൊക്കെ എപ്പോഴും പോയി തന്നെയല്ലേ. ഷൂട്ടിങ് തുടങ്ങാനായിട്ട് 2 ദിവസം ഉള്ളപ്പോഴും എൻ്റെ മനസ്സിൽ ഈ മമ്മൂക്കായിട്ട് അഭിനയിക്കുന്ന കാര്യമൊക്കെ ഞാൻ വിട്ട്, ഈ ടെൻഷനാണ് എനിക്ക്. അപ്പോൾ നാളെ ഷൂട്ട് തുടങ്ങിയാണ്, നീ രാത്രിയിൽ പിന്നെ ഹോട്ടലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അന്ന് രാത്രിയിലാണ് ഞാൻ അറിയണത് ദൈവമേ നാളെ ഞാൻ ആരുടെ കൂടെ അഭിനയിക്കാൻ പോണത്. അപ്പം അന്നും രാത്രി എന്നെ വിളിച്ചു, നാളെ ഇവിടുത്തെ ഏതോ ടീമുകളൊക്കെ പറഞ്ഞ് വിട്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ ഈ ഫോർട്ട് കൊച്ചിയിലല്ലേ ഷൂട്ടിങ് പറഞ്ഞാത്തെ, ഞങ്ങൾ നാളെ അവിടെ എത്താട്ടാ, സെറ്റ് ഇട്ടാക്കണേണ് അവിടെ എന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, സെറ്റ് ഇട്ടാക്കണേണ് ഞങ്ങൾ എങ്ങനെ പോകുന്നുണ്ട്, അതൊക്കെ അങ്ങ് കത്തിച്ച് കളയും. അതൊക്കെ ഓരോ കോള് എനിക്ക് ആരാണെന്നൊന്നും അറിയില്ല. ഞാൻ നേരെ ആൻ്റെ വിളിക്കും, ആൻ്റെ ചേട്ടൻ മറ്റേ ലാലേട്ടനെ വിളിക്കും, ലാലേട്ടനെ വിളിക്കും. അപ്പോൾ ലാലേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞ് അതെന്താണ് ആരാടാ നിന്നോട് കത്തിച്ചു കളയെന്ന് പറഞ്ഞ്. എനിക്ക് പേടിയായി, ഞാനൊരു ചെറിയ നടൻ കാരണം ഇത്രയും വലിയൊരു സിനിമയിൽ പ്രശ്നമുണ്ടാകും. ഞാൻ പറഞ്ഞു ഞാൻ എന്നാലും വരണ്ടില്ല, ഞാൻ ആ പരിപാടിക്ക് തന്നെ പൊക്കോളാം. അപ്പോൾ ലാലേട്ടൻ വിളിച്ചു പറഞ്ഞ് നാളെ അല്ലേ അവർക്ക് സ്ഥലം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കറക്റ്റ് റൂട്ട് പറഞ്ഞു കൊടുക്കട്ടെ, അവരോട് വരാൻ പറ, കത്തിക്കാനായിട്ട് വരാൻ പറ. പിന്നെ കുറച്ചുകൂടി ധൈര്യമായി. അവരോട് ഇങ്ങോട്ട് വരാൻ പറ കേട്ടോ, കുറച്ച് നമുക്ക് വിറക് എന്തെങ്കിലും അവിടെ ആവശ്യമുണ്ടോ കത്തിക്കാൻ. പുള്ളി തീപ്പെട്ടിയാ വിറക് മണ്ണെണ്ണാണോ അല്ലെങ്കിൽ പെട്രോളാണോ കത്തിക്കണം, നീ ചോദിക്കുക അവരോട് കേട്ടോ, ഉണ്ട് വരാൻ പറയാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ധൈര്യമായി. ഞാൻ പിറ്റേ ദിവസം രാത്രിയിലാണ് ഞാൻ പിന്നെ അറിയണത് 12 മണിക്ക് ദൈവമേ നാളെ മമ്മൂക്കയുടെ കൂടെയുള്ള അഭിനയിക്കാൻ പോണത്, എന്ത് ചെയ്യും. അത്രയും നാൾ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാകുന്നില്ല, ഈ ടെൻഷനായിരുന്നു ഇതെങ്ങനെയും മാറ്റിയെടുക്കണമെന്ന്. പക്ഷെ മമ്മൂക്ക ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് 1-2 സീൻ എടുക്കുക, വലിയ ഇവിടെ ഒരു ദിവസം കൊണ്ടൊക്കെ 2 സീനൊക്കെ ആയിരിക്കും എടുക്കണത്. സീൻ എടുക്കുക, വൈകിട്ട് എന്നെ കയറ്റി വിടുക, അവിടെ ചെന്ന് 2 ഐറ്റം കളിക്കുക, അവിടെ നിന്ന് കയറി പോരുക, എല്ലാ എമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം മമ്മൂക്കയാണ് നോക്കിയത്. അതാണ് മമ്മൂക്ക് പറഞ്ഞത് സിനിമ ആണോ നിനക്ക് മിമിക്രി വേണോ, അപ്പോൾ സിനിമ പറയുന്നപ്പോൾ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞത്.
എല്ലാ പരിപാടിക്കും ഞാൻ രണ്ടും നടന്നു. രണ്ടും നടന്നു എല്ലാ പരിപാടിക്കും. അന്ന് മമ്മൂക്ക ഒന്ന് ആലോചിച്ചേക്ക് വന്ന് മതി വേടുക്ക് ഇതിന് പോകണം, ഇത്രയൊക്കെ ഫ്ലൈറ്റ് ഇവന് പോകണം എന്നാണ്. എനിക്ക് പോകണം എന്നല്ല ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് പറയാനും പറ്റൂല എനിക്ക് പോകണമെന്ന്. കാരണം അത്രക്ക് ഭയങ്കര എന്താ പറഞ്ഞ മമ്മൂക്കിനെ കുറിച്ച് ഹാറ്റ്സ് ഓഫ്. അയ്യോ